പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ന് തുടർന്ന് കേൾക്കാൻ പോകുന്നത് ശ്രീമതി ഷെമി ആമിനയുടെ അവൾ ഒരു മാലാഖ എന്ന നോവലിൻ്റെ 3-ാമത്തെ ഭാഗമാണ്. കഥയിലേക്ക് പോകും മുമ്പ് ഇതിനു മുൻപുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സന്ദർശിച്ച് അത് കേട്ടതിന് ശേഷം ഇത് കേൾക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. എന്തിയേ, ആളെ കാണുന്നില്ലല്ലോ? അദ്ദേഹം തിരിഞ്ഞു നിന്ന് ഉമ്മയോട് ചോദിച്ചു. അവിടെ ഉണ്ട് മോനെ, ഉമ്മിച്ച പറഞ്ഞു. എവിടെ? അദ്ദേഹം റൂമിൽ കയറി. അപ്പോഴാണ് കതകിൻ്റെ മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന ആമരയെ അദ്ദേഹം കണ്ടത്. ഇതൊരു കൊച്ചു പെൺകുട്ടിയാണല്ലോ, അദ്ദേഹം മനസ്സിലോർത്തു. ഇങ്ങോട്ട് നീങ്ങി നിന്നേ, നീ എന്തിനാ കയറി പാത്തു നിൽക്കുന്നത്? അദ്ദേഹം ചോദിച്ചു. എന്തിനാ മുഖം മറച്ചു വെച്ചേക്കുന്നത്? അദ്ദേഹം വീണ്ടും ചോദിച്ചു. ചുമ്മാ, അവൾ പറഞ്ഞു. നിന്റെ പേരെന്തുവാ? അദ്ദേഹം വീണ്ടും ചോദിച്ചു. ആമിറ, അവൾ പറഞ്ഞു. ആമിറ. അദ്ദേഹം ആ പേര് മനസ്സിലുരുവിട്ടു. ആ പേര് കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സൊന്ന് വേദനിച്ചു. നിനക്ക് എത്ര വയസ്സുണ്ട്? 18, അവൾ പറഞ്ഞു. ഇത്ര ചെറുപ്പത്തിലെ ജോലിക്ക് വരാൻ എന്താ കാരണം? നിന്റെ നാടെവിടെയാ? നിന്റെ വാപ്പയും ഉമ്മയുമൊക്കെ എന്തു ചെയ്യുന്നു? ഈ ചോദിച്ചതിനൊന്നും ആമിറ മറുപടി പറഞ്ഞില്ല. എന്താ, നീ സംസാരിക്കില്ലേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്തത് എന്താ? അദ്ദേഹം കുറച്ച് കടുപ്പിച്ച് ചോദിച്ചു. പിന്നെയും അവൾ മിണ്ടിയില്ല. എന്തെങ്കിലും കള്ളത്തരമുണ്ടോ? മുഖവും മറച്ചു വെച്ചേക്കുവാണല്ലോ. വീടിനുള്ളിൽ മുഖം മറയ്ക്കേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ഈ റൂമിനുള്ളിൽ തന്നെയല്ലേ എപ്പോഴും. നിന്റെ മുഖമൊക്കെ ഒന്ന് മാറ്റിക്കേ, നിന്റെ മുഖം ശരിക്കും ഒന്ന് കാണട്ടെ, അദ്ദേഹം പറഞ്ഞു. അവൾ അനങ്ങാതെ നിന്നു. ഇത്ര അനുസരണക്കേടോ? അദ്ദേഹം മുമ്പോട്ട് വന്ന് അവളുടെ മുഖമക്കനെ ഉയർത്തി മേൽപോട്ടിട്ടു. അവൾ മാക്സിമം കുനിഞ്ഞു നിൽക്കുകയായിരുന്നു. അവളുടെ മുഖം കണ്ടതും ഒരു മാലാഖയെ പോലെ തോന്നിച്ചു. കുനിഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖം ചൂണ്ടുവിരൽ കൊണ്ട് അയാൾ ഉയർത്തി. അവൾ അയാളെ ഒന്ന് നോക്കി. അദ്ദേഹം എന്തോ കണ്ട് പേടിച്ചതുപോലെ പെട്ടെന്ന് പിറകിലോട്ട് മാറി. എന്നിട്ട് വീണ്ടും ആ മുഖത്തേക്ക് നോക്കി. വീണ്ടും അദ്ദേഹം 2-3 തവണ കണ്ണ് ചിമ്മി നോക്കി. അദ്ദേഹത്തെ വിയർക്കാൻ തുടങ്ങി. ആമിറ മുഖമുയർത്തി അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. സംശയിക്കേണ്ട, ഞാൻ തന്നെയാണ്. ഇപ്പോൾ അവൾക്ക് പേടി തോന്നിയില്ല. അവളുടെ വാക്കുകൾ ദൃഢമായിരുന്നു. ഞാനിവിടെ ഉണ്ടെന്ന് മാമ ആരോടും പറയണ്ട, അവൾ പറഞ്ഞു. മോളെ, നീ എങ്ങനെ? നീ എവിടുന്നാ വന്നത്? അയാൾ വാക്കുകൾ തപ്പിപ്പെറുക്കി. സംശയിക്കേണ്ട, ഞാൻ തന്നെയാണ്. മാമച്ചി പൊയ്ക്കോ, ഇപ്പോൾ ആരും അറിയണ്ട, അവൾ വീണ്ടും പറഞ്ഞു. താൻ സ്വപ്നം കാണുകയാണോ? അല്ല, ഇത് സ്വപ്നമല്ല. ഇനി ഇവിടെ നിൽക്കണ്ട, മാമ പൊയ്ക്കോളൂ, അവൾ കടുപ്പിച്ചു പറഞ്ഞു. അദ്ദേഹം പതുക്കെ പിന്തിരിഞ്ഞു നടന്നു. കാലുകൾ നിലത്തുറയ്ക്കാത്തതുപോലെ അദ്ദേഹം എങ്ങനെയൊക്കെയോ നടന്ന് റൂമിൽ കയറി തൻ്റെ ബെഡിലേക്ക് കിടന്നു. വെള്ളം കുടിക്കണം എന്ന് തോന്നുന്നു. ആരെയും നാവെടുത്ത് വിളിക്കാൻ വയ്യ. അദ്ദേഹം ഓർത്തു, ആമിറമോൾ മരിച്ചിട്ട് 8 വർഷമാകാൻ പോകുന്നു. അടുത്ത മാസമാണ് 8 വർഷം തുടങ്ങാൻ പോകുന്നത്. ഇപ്പം ഞാൻ കണ്ടത് ആരെയാ? ആമിമോൾ തന്നെയാണോ അത്? പേര് പോലും മാറ്റമില്ലല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ആദ്യം പമ്മി നിന്നെങ്കിലും മനസ്സിലായെന്ന് കണ്ടപ്പോൾ ആ വാക്കുകളുടെ ഘനം. മാമച്ചി പൊയ്ക്കോ, ഇപ്പോൾ ആരോടും ഒന്നും പറയണ്ട എന്ന് ആ വിളി പോലും അതുപോലെ തന്നെ, ഒരു വ്യത്യാസവുമില്ല. എനിക്ക് മോളുമായിട്ട് സംസാരിക്കണമല്ലോ, അദ്ദേഹം മനസ്സിലുറച്ചു. പക്ഷേ ഇവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ റംല അങ്ങോട്ട് വന്നത്. ഈ സമയത്ത് എന്താ കിടക്കുന്നത്? എന്തു പറ്റി? അവർ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓടി വന്നുകൊണ്ട് ചോദിച്ചു. വെള്ളം കൊണ്ടുവരാൻ അദ്ദേഹം ആംഗ്യം കാണിച്ചു. അവർ കേട്ടപാടെ ഡൈനിങ് ഹാളിലേക്ക് ഓടി ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം നിറച്ചു അതേ സ്പീഡിൽ റൂമിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹം വെള്ളം കുടിക്കാനായി എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ പൊങ്ങാൻ പറ്റുന്നില്ല. ഇതെന്തു പറ്റി? റംലയ്ക്ക് വെപ്രാളമായി. അവർ അദ്ദേഹത്തെ പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. വെള്ളം കൊടുത്തു. അദ്ദേഹം ഒറ്റ വലിക്ക് ആ വെള്ളം മുഴുവനും കുടിച്ചു. ഇനി പറ, എന്തുപറ്റി? പെട്ടെന്ന് പ്രഷർ വല്ലതും കൂടിയോ? അവർ പിന്നെയും ചോദിച്ചു. ഉമ്മച്ചായുടെ റൂമിലേക്ക് പോകുന്നത് കണ്ടതാണല്ലോ, പിന്നെ എന്തുപറ്റി? അവർ വീണ്ടും ചോദിച്ചു. അദ്ദേഹം മിണ്ടാതെ കിടന്നു. അവർ ഫോൺ എടുത്ത് അളിയനെയും പെങ്ങളെയും വിളിച്ചു. അവർ കേട്ടപാടെ ഓടി വന്നു. അദ്ദേഹത്തിൻ്റെ കിടപ്പ് കണ്ടപ്പോൾ അവർക്കും എന്തോ പന്തികേട് തോന്നി. ആസിസ് സർ പെട്ടെന്ന് ഫോൺ എടുത്ത് ഫാമിലി ഡോക്ടറെ വിളിച്ച് വിവരം പറഞ്ഞു. ഡോക്ടർ വരാമെന്ന് പറഞ്ഞപ്പോൾ ഫോൺ കട്ടാക്കിയിട്ട് അളിയൻ്റെ നേരെ തിരിഞ്ഞു. എന്തു പറ്റിയെന്ന് പറ. അദ്ദേഹം ഒന്നുമില്ലെന്ന് കണ്ണു കാണിച്ചു. ഇതെപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്? ആസിസ് സർ റംലയോട് ചോദിച്ചു. ഞങ്ങൾ 2 പേരും കൂടി വരുമ്പോൾ ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ. ഇന്ന് നേരത്തെ വന്നല്ലോ. വന്ന് കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഉമ്മയെ കണ്ടിട്ട് 2 ആഴ്ചയായി. ഞാൻ വരുമ്പോഴത്തേക്കും ഉമ്മ ഉറങ്ങിക്കഴിയും. ഇന്ന് നേരത്തെ വന്നതുകൊണ്ട് പോയി കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് സന്തോഷത്തോടെ പോകുന്നത് കണ്ടു. ഞാൻ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വെളിയിലേക്കും പോയി. ഞാൻ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ട് കുറേ നേരം അവിടെ ഇരുന്നു. പിന്നീട് കയറി വന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. പതിവില്ലാത്തതുപോലെ എന്താ ഈ സമയത്ത് കിടക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. വെള്ളം വേണമെന്ന് ആംഗ്യം കാട്ടി.
ഞാൻ കൊണ്ടു കൊടുത്തു. റംല പറഞ്ഞു നിർത്തി. ഞാൻ മോനെ ഒന്ന് വിളിക്കട്ടെ? ഫോൺ എടുത്തുകൊണ്ട് അവർ വെളിയിലേക്ക് ഇറങ്ങി. എന്തു പറ്റി അളിയ? എന്തെങ്കിലും ഒന്ന് പറ. അദ്ദേഹം അസീസ് സാറിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി കിടന്നു. ആ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അടുത്തു നിന്ന പെങ്ങളുടെയും കണ്ണ് നിറഞ്ഞു. അവർ പറഞ്ഞു, ഇതെന്തു പറ്റി? കുറച്ചു നേരത്തിനുള്ളിൽ ഡോക്ടർ എത്തി. വേഗം ഡോക്ടറെ അദ്ദേഹം കിടക്കുന്ന റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡോക്ടർ അദ്ദേഹത്തെ വിശദമായി പരിശോധിച്ചു. പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കാണുന്നില്ല. താങ്കൾ എന്തെങ്കിലും കണ്ട് പേടിച്ചോ? ഇല്ലെന്ന് അദ്ദേഹം കാണിച്ചു. പ്രഷർ ഒന്ന് നോക്കട്ടെ? ഡോക്ടർ പറഞ്ഞുകൊണ്ട് പ്രഷർ നോക്കാൻ തുടങ്ങി. പ്രഷർ കൂടുതലാണല്ലോ. ഇത്ര കൂടാൻ എന്തു പറ്റി? അവിടെ നിന്നവരോട് ഡോക്ടർ ചോദിച്ചു. അറിയില്ല സർ, ഞങ്ങൾ ഓഫീസിൽ നിന്നും ഒരു കുഴപ്പവുമില്ലാതെ വന്നതാണ്, അളിയൻ പറഞ്ഞു. എന്തായാലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, ഡോക്ടർ പറഞ്ഞു. ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരൂ. അതും പറഞ്ഞ് ഡോക്ടർ ഇറങ്ങി. അപ്പോഴേക്കും മൂത്ത മകൻ തൗഫീഖ് കാറിൽ നിന്നും ഇറങ്ങി ഓടി വന്നു. എന്തു പറ്റി ഉമ്മ? അവൻ വെപ്രാളത്തോട് ചോദിച്ചു. അവർ നടന്ന കാര്യം അവർക്ക് അറിയാവുന്നതുപോലെ മോനോട് പറഞ്ഞു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാക്കി അസീസ് സാറും തൗഫീഖും കൂടി പിടിച്ചുകൊണ്ട് കാറിൽ കയറ്റിയിരുത്തി. അവരും കയറി മെല്ലെ കാർ വിട്ടു. ഈ സമയം ആമിര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു. മാമച്ച എല്ലാവരോടും പറഞ്ഞ് കുളമാക്കുമോ? അവൾക്ക് ആകെ ടെൻഷനായി. മാമിച്ചിയുടെ റിയാക്ഷൻ കണ്ടിട്ട് എന്തോ ഒരു പന്തികേട്. എന്നെ കാണാതെ പോയതായിരുന്നുവെങ്കിൽ ആമി മോളെ കിട്ടിയെന്ന് നിലവിളിച്ചേനെയായിരുന്നു. ഇത് തന്നെ അമ്പരന്നുകൊണ്ടാണ് നോക്കിയത്. വീണ്ടും വീണ്ടും നോക്കി. വിശ്വാസം വരാത്തതുപോലെ. അത് എന്തായിരിക്കും കാര്യമെന്ന് അറിയണമല്ലോ. മോളെ, നീ എന്തിനാ ഇങ്ങനെ നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും? എൻ്റെ മോൻ സംസാരിക്കുന്നത് കേട്ടല്ലോ. എന്തുവാ പറഞ്ഞത് മോളോട്? അവൻ പോയപ്പോൾ മുതൽ മോൾ ഈ നടത്താണല്ലോ നടക്കുന്നത്. എന്തു പറ്റി? ഉമ്മിച്ച ചോദിച്ചു. ഒന്നുമില്ല ഉമ്മിച്ച, അവൾ പറഞ്ഞു. പിന്നൊരു കാര്യം, ഈ വീട്ടിലുള്ളവർ ആരെങ്കിലും നമ്മുടെ റൂമിൽ വന്ന് ഉമ്മിച്ചായോട് സാറിനെക്കുറിച്ച് ചോദിച്ചാൽ എന്നോട് സാർ സംസാരിച്ച കാര്യം അവരോട് പറയരുത്. അപ്പോൾ തന്നെ വാതിൽ മുട്ടുകേട്ടു. അവൾ മാറിക്കളഞ്ഞു. അവൾ നിസ്കാര റൂമിൻ്റെ മൂലയിലേക്ക് കയറിപ്പോയി. ഉമ്മിച്ച ചെന്ന് വാതിൽ തുറന്നു. ഇതെന്താ പതിവില്ലാത്തതുപോലെ എല്ലാവരും കൂടി? മോളുണ്ട്, മരുമോളുണ്ട്, മരുമോളുടെ മരുമകളുണ്ട്. ഉമ്മിച്ച, ഇക്ക ഉമ്മിച്ചയെ കാണാൻ ഇവിടേക്ക് വന്നിരുന്നല്ലോ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരമുണ്ടായോ? റംല ചോദിച്ചു. ഇല്ല മോളെ, അവൻ സന്തോഷത്തോടെയാണല്ലോ എന്നോട് സംസാരിച്ചതും ഇവിടുന്ന് പോയതും. എന്തു പറ്റി മോളെ? അവൻ എന്തിയേ? ഒന്നുമില്ല ഉമ്മിച്ച, ചോദിച്ചതേ ഉള്ളൂ. അവർ എല്ലാം പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. അവർ പോയി കഴിഞ്ഞപ്പോൾ ആമി റൂമിൽ നിന്നും ഇറങ്ങി വന്നു. അവർ ചോദിച്ചതെല്ലാം അവൾ കേട്ടിരുന്നു. എൻ്റെ മാമച്ചയ്ക്ക് എന്താ പറ്റിയേ? അവൾക്ക് അതിലും വെപ്രാളമായി. അവൾ മെല്ലെ അടുക്കളയിലേക്ക് പോയി. വേലക്കാരി പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അവളെ കണ്ടപ്പോൾ എന്തു വേണം എന്ന് ചോദിച്ചു. അല്ല, ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. ഇവിടുത്തെ സാറിന്. അവൾ ചോദിച്ചു തീർന്നതിന് മുൻപ് അവർ പറഞ്ഞു. സാറിന് പ്രഷർ കൂടി സംസാരിക്കുന്നില്ല. ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാൻ. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് കേട്ടതും എന്തു ചെയ്യണം എന്നറിയാതെ അവൾ നിന്നുപോയി. എൻ്റെ മാമിച്ചിക്ക് ആപത്തൊന്നും വരുത്തല്ലേ അള്ള, അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. പ്രഷർ ഒട്ടും കുറയുന്നില്ലല്ലോ മാമ, തൗഫീഖ് അസീസ് സാറിനോട് ചോദിച്ചു. ഇത്ര പെട്ടെന്ന് വാപ്പായ്ക്ക് എന്ന് സംഭവിച്ചു? പ്രത്യേകിച്ച് ടെൻഷനും ഒന്നുമില്ലായിരുന്നു, തൗഫീഖ് പറഞ്ഞു. എൻ്റെ മോനെ, ഞങ്ങൾ രണ്ടുപേരും കൂടി സന്തോഷമായിട്ടാണ് വന്നത്. അളിയൻ്റെ വീട്ടിലും കയറി, ഞാൻ എൻ്റെ വീട്ടിലോട്ടും പോയി. എനിക്കതേ അറിയുള്ളൂ, അസീസ് സാർ വിഷമത്തോടെ പറഞ്ഞു. എന്തെങ്കിലും ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ എന്താ പെട്ടെന്ന് സംഭവിച്ചതെന്ന് ചോദിച്ചറിയാൻ പറ്റിയേനെ, തൗഫീഖ് പറഞ്ഞു. അപ്പോഴാണ് അസീസ് സാറിൻ്റെ മൂത്ത മകൻ ഷെഫീഖ് അവരുടെ അടുത്തേക്ക് വന്നത്. ഞാൻ വീട്ടിൽ വന്നപ്പോഴാണ് വിവരം അറിഞ്ഞത്. അപ്പോൾ തന്നെ ഞാനിങ്ങി പോന്നു, അവൻ പറഞ്ഞു. ഇപ്പോൾ എങ്ങനെയുണ്ട് മാമാക്ക്? ചെക്കപ്പുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുക മോനെ, അസീസ് സാർ പറഞ്ഞു. അപ്പോൾ സമയം രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. വാപ്പ വീട്ടിലോട്ട് പൊയ്ക്കോ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. വീട്ടിലെല്ലാവരും കൂടി ടെൻഷൻ അടിച്ച് ഒരു പരുവമായി, ഷെഫീഖ് പറഞ്ഞു. എന്നാൽ ശരി, ഞാൻ വീട്ടിലോട്ട് പോകാം, 2 പേരോടുമായി പറഞ്ഞ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം വീട്ടിൽ റംല ഓരോന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ആൾക്ക് ഇതെന്തു പറ്റി? ജമീലയും മരുമോളും റംലയുടെ മരുമോളും എല്ലാവരും ഹാളിൽ ഇരിപ്പുണ്ട്. വഹാബ് സാറിൻ്റെ മകൾ താഹിറയും. ഉമ്മയുടെ കരച്ചിൽ കണ്ടപ്പോൾ താഹിറയ്ക്കും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. ഉമ്മിച്ചായോട് ചോദിച്ചാൽ ഉമ്മിച്ച പറയുന്നത് ഒരു കുഴപ്പമില്ലാതെ സന്തോഷമായിട്ട് ഇവിടെ നിന്ന് പോയെന്നാണ്. പിന്നെ എപ്പോഴാണ് ഈ വയ്യായിക വന്നത്? സ്വന്തമായി ഒരു ആശ്വാസം കണ്ടെത്താൻ വേണ്ടി റംല പറഞ്ഞുകൊണ്ടിരുന്നു. മറ്റുള്ളവർ അതെല്ലാം കേട്ട് വിഷമത്തോടെ ഇരിക്കുവാണ്. അപ്പോഴാണ് മൊബൈൽ അടിച്ചത്. റംലയുടെ ഫോണാണ്. അവർ ഫോൺ എടുത്തു നോക്കി. ആഷിഖ് മോനാണല്ലോ. അവർ അമ്പരപ്പോടെ മറ്റുള്ളവരെ നോക്കി. എന്തു പറയാനാ അവനോട്? റംല ജമീലയോട് ചോദിച്ചു. നീ കാര്യം പറ, അല്ലെങ്കിൽ പിന്നീട് അതൊരു വിഷമമാവും, ജമീല പറഞ്ഞു. അവർ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ ഉമ്മ, ഫോൺ എടുക്കാൻ എന്താ ഇത്ര താമസം?
അത് മോനെ വാപ്പാക്ക് ഒരു വയ്യായ്ക, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എന്തു പറ്റി എന്നവൻ അമ്പരപ്പോട് ചോദിച്ചു. വലിയ കുഴപ്പമൊന്നുമില്ല മോനെ, ഹോസ്പിറ്റലിൽ ആരുണ്ട്? ഇക്കാക്കയും മാമായും ഷെഫീഖും ഉണ്ട്, അവർ പറഞ്ഞു. അവൻ പെട്ടെന്ന് ഫോൺ വെച്ചു. ആഷിഖിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, CA ലാസ്റ്റ് എക്സാം. മോൻ എന്തായാലും എക്സാം കഴിഞ്ഞ് വരാൻ പറ്റത്തുള്ളൂ, റംല പറഞ്ഞു. എക്സാം തീരാൻ ഇനി ഒരു 3 ആഴ്ചയും കൂടിയുണ്ട്. അപ്പോഴാണ് മുറ്റത്ത് കാർ വന്നു നിന്നത്. അതിൽ നിന്നും അസീസ് സാർ ഇറങ്ങി വന്നു. എല്ലാവരും അദ്ദേഹത്തെ വളഞ്ഞു. എങ്ങനെയുണ്ടിപ്പോൾ? പ്രഷർ കുറയുന്നില്ല. ഇതുവരെ ഒന്നും സംസാരിച്ചില്ല. ചെക്കപ്പ് ഓരോന്നായി എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെയുള്ള റിസൾട്ടെല്ലാം നോർമൽ, സ്കാനിംഗ് ഒക്കെ എടുത്തു. അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. അദ്ദേഹം സോഫയിലേക്ക് ഇരുന്നു. ജമീല ഓടിപ്പോയി അദ്ദേഹത്തിന് ചൂടുവെള്ളം എടുത്തുകൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം അത് വാങ്ങി കുടിച്ചു. കുറേ നേരം എല്ലാവരും മൗനത്തിലായിരുന്നു. രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തൗഫീഖിനെ ഫോൺ വിളിച്ചു. എങ്ങനെയുണ്ട് മോനെ വാപ്പാക്ക്? അസീസ് സാർ ചോദിച്ചു. അതേപോലെ തന്നെ കിടക്കുന്നു. നിങ്ങളെല്ലാവരും ഉറങ്ങിക്കോളൂ, രാവിലെ ഞാൻ വിളിച്ചോളാം. ഫോൺ തൗഫീഖ് വച്ചു. പിന്നെ എല്ലാവരും ഹാളിലും റൂമിലും ഒക്കെയായി അങ്ങ് കിടന്നു. അതേസമയം ഹോസ്പിറ്റലിൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് വഹാബ് സാർ അതേപോലെ തന്നെ കിടക്കുകയാണ്. ആ റൂമിൽ വേറെ ആർക്കും കയറാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു. 2 നേഴ്സുമാർ കസേരയിൽ ഇരിപ്പുണ്ട്. അവർ അരമണിക്കൂർ ഇടവിട്ട് പ്രഷർ ചെക്ക് ചെയ്യുന്നുണ്ട്. പേഷ്യൻ്റ് VIP ആയതുകൊണ്ട് പ്രത്യേക പരിഗണനയാണ്. ഡോക്ടറും ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട്. വഹാബ് സാറിൻ്റെ മനസ്സിലേക്ക് ഒരു മാലാഖ കടന്നു വന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഓമന മോളായിരുന്നു. എല്ലാവരും തറയിൽ വയ്ക്കാതെയാണ് അവളെ വളർത്തിയത്. എപ്പോഴും എൻ്റെ ആഷിഖ് മോൻ്റെ കൂടെയായിരുന്നു നടത്തം. അവൻ്റെ പെങ്ങളെ പോലും അവൻ അങ്ങനെ കെയർ ചെയ്യാറില്ല. ആഷിഖും ഉമ്മയും ആയിരുന്നു മോൾക്കെല്ലാം. പകൽ മൊത്തം വീട്ടിലായിരിക്കും. രാത്രി അസീസ് അളിയൻ വന്ന് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു പതിവ്. സ്കൂൾ വിട്ടു വന്നാലും വീട്ടിലേക്ക് പോവില്ല. ആഷിഖിൻ്റെ കൂടെ നേരെ ഇങ്ങു കയറും. 2 പേരും സ്കൂൾ ബസ്സിലാണ് വന്നിറങ്ങുന്നത്. ഇവിടെ വന്ന് മേലും കഴുകി ഡ്രസ്സും മാറ്റി ആഹാരവും കഴിച്ച് ആഷിഖിൻ്റെ പുറകെ നടക്കും. പഠിക്കാനുള്ളതൊക്കെ അവനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവന് 15 വയസ്സ്, മോൾക്ക് 9 വയസ്സ്. മോൾ അന്ന് 4-ലായിരുന്നു പഠിക്കുന്നത്. 4-ലെ പഠിത്തം തീരാറായ സമയം പള്ളിയിൽ ചന്ദനക്കുടം വന്നു. അന്നത്തെ ആ നാട്ടിലെ ഒരു ഉത്സവമായിരുന്നു അത്. ചന്ദനക്കുടത്തിന് പോകാൻ എല്ലാവർക്കും സന്തോഷമാണ്. അന്ന് ചന്ദനക്കുടത്തിന് പോകണം എന്ന് മോൾ ഒരുപാട് വാശി പിടിച്ചു. അങ്ങനെ അസീസ് അളിയനാണ് മോളെ കൊണ്ടുപോയത്. മറ്റുള്ളവരെല്ലാം കൊടിയേറ്റ് സമയമാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. ആനയെ കാണണം, വളയൊക്കെ വാങ്ങണം, അങ്ങനെയെല്ലാം പറഞ്ഞാണ് വാപ്പയും മോളും കൂടി ചന്ദനക്കുടത്തിന് പോയത്. അവിടെ ചെന്ന് പള്ളിയിലൊക്കെ 2 പേരും കൂടെ കയറിയിട്ട് വെളിയിലിറങ്ങിയപ്പോൾ സുഹൃത്തിനെയും ഫാമിലിയെയും കണ്ടു. സുഹൃത്തിൻ്റെ ഭാര്യയും 2 പെൺമക്കളും കൂടെ ഉണ്ടായിരുന്നു. സുഹൃത്തിൻ്റെ ഭാര്യ അളിയനോട് നിർബന്ധിച്ചു. മോൾക്ക് വള വാങ്ങിക്കൊടുത്ത് കൊണ്ടുവരാം എന്നും പറഞ്ഞു. ഞാൻ വാങ്ങിക്കൊടുത്തോളാം, അതിനാണ് ഞാൻ മോളെയും കൊണ്ടുവന്നത് എന്ന് അളിയൻ ആവുന്നതും പറഞ്ഞു. പക്ഷേ അവർക്ക് ആമിമോളെ ജീവനായതുകൊണ്ട് അവർ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ അളിയൻ വിട്ടു. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കെ സുഹൃത്തിൻ്റെ ഭാര്യയും പെൺമക്കളും ആമിമോളുമായി വള വാങ്ങാൻ പോയി. ആമിമോൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ആമിമോളും പറഞ്ഞു, എൻ്റെ വാപ്പ വാങ്ങിച്ചു തരും, ഉമ്മ വന്നിട്ടേ വാങ്ങുന്നുള്ളൂ എന്നല്ല. അവർ അത് കേട്ടില്ല. അവർ ആമിമോളെയും വിളിച്ചുകൊണ്ട് പോയി. 20 മിനിറ്റ് കഴിഞ്ഞിട്ടും കാണാഞ്ഞപ്പോൾ അളിയൻ എന്നാ നമുക്ക് അവരെ പോയി തിരക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് നടന്നതും ഒരു സ്ഫോടനവും ആനയുടെ അലർച്ചയും കേൾക്കുന്നത്. എങ്ങും പുക മാത്രം. എല്ലാവരും 4 പാടും ചിതറിയോടി. ഒരു സൈഡിൽ തീ ആളിക്കത്താൻ തുടങ്ങി. അങ്ങനെ ആ സംഭവത്തിൽ ആമിമോളും ഫ്രണ്ടിൻ്റെ ഭാര്യയും മരണപ്പെട്ടിരുന്നു. അവരുടെ പെൺമക്കളെ തിരിച്ചു കിട്ടി. കുറേ കൊച്ചു പിള്ളേരാണ് കൂടുതലും മരിച്ചത്. ആമിമോളെ തിരിച്ചറിയത്ത് പോലുമില്ലായിരുന്നു. ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് അടക്കിയത്. മോളെ നഷ്ടപ്പെട്ടപ്പോൾ ആഷിഖും ജമീലയുമാണ് കൂടുതൽ ബഹളം വെച്ചത്. നോർമലാകാൻ ഒരുപാട് നാൾ എടുത്തു. അതിൽ പിന്നെ തൻ്റെ ആഷിഖ് മോൻ ഇതുവരെ അങ്ങനെ ചിരിച്ചിട്ടില്ല. ഉമ്മയെ മയ്യത്ത് കാണിച്ചതുപോലുമില്ല. ജമീല ഈ ഇടയ്ക്കാണ് നോർമലായത്. ഷെഫീഖ് മോൻ കല്യാണം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായതിനു ശേഷമാണ് അവർ എല്ലാവരും ഒന്ന് ചിരിക്കാൻ തുടങ്ങിയത്. എല്ലാവരും ഓരോന്നോർത്തിരുന്ന് ഇപ്പോഴും മിങ്ങാറുണ്ട്. ഇപ്പോൾ ദാണ്ടെ പൊന്നുമോൾ ഒരു മാലാഖയായി വന്നു നിൽക്കുന്നു. അദ്ദേഹം ഒന്ന് നിശ്വസിച്ചു. ഒരു അനക്കം കണ്ട പോലെ തോന്നിയപ്പോൾ നേഴ്സ് വന്ന് ചോദിച്ചു, എന്ത് വേണം സർ? വെള്ളം വേണമെന്ന് ആംഗ്യം കാണിച്ചു. പെട്ടെന്ന് നേഴ്സ് വെള്ളം എടുത്തു കൊടുത്തു. അദ്ദേഹം വീണ്ടും ചിന്തയിലാണ്ടു. അപ്പോൾ മോൾ ഇത്രയും നാളും എവിടെയായിരുന്നു? മോൾ ഇതുവരെ ആരോടും എന്താ ഒന്നും പറയാത്തത്? ആഷിഖ് മോനെ കാണാത്തതുകൊണ്ടാണോ? എൻ്റെ ആഷിഖ് മോൻ മോളെ കാണുമ്പോൾ എന്ത് സന്തോഷിക്കും. എന്നാലും ഒരേ റൂമിൽ ഉമ്മയുടെ കൂടെ കിടന്നിട്ട് പോലും ഉമ്മയോട് പോലും ഒന്നും പറഞ്ഞില്ലല്ലോ. ചുമ്മാതല്ല ഉമ്മയെ പൊന്നുപോലെ നോക്കുന്നത്, ഞങ്ങളുടെ പൊന്നുമോൾ ആയതുകൊണ്ടാണ്. അദ്ദേഹം അങ്ങനെ കിടന്നാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സന്തോഷം മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു.
രാവിലെ 9 മണിയായപ്പോൾ മെയിൻ ഡോക്ടർ വന്നു. ആ ഹോസ്പിറ്റലിലെ സീനിയർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അദ്ദേഹത്തെ ചാരിയിരുത്താൻ നഴ്സിനോട് പറഞ്ഞു. 2 നഴ്സുമാരും കൂടി അപ്പുറവും ഇപ്പുറവും പിടിച്ച് ചാരിയിരുത്തി. എന്തുപറ്റി വഹാബ് സാർ? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എല്ലാ പരിശോധനയും നടത്തിക്കഴിഞ്ഞു. താങ്കൾക്ക് പ്രത്യേകിച്ച് ഒരു അസുഖവുമില്ല. പിന്നെ പ്രഷർ കൂടിയും കുറഞ്ഞു നിൽക്കുന്നു. മുഖത്ത് നല്ല സന്തോഷമാണല്ലോ. ഇതിപ്പം സന്തോഷം വന്നിട്ടാണോ ടെൻഷൻ വന്നിട്ടാണോ പ്രഷർ കൂടിയെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ, ഡോക്ടർ കളിയായും കാര്യമായും പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ മക്കൾ പുറത്തു നിൽപ്പുണ്ട്, ഒന്ന് വിളിക്കൂ, ഡോക്ടർ നഴ്സിനോട് പറഞ്ഞു. നഴ്സ് പോയി അവരെ വിളിച്ചു കൊണ്ടുവന്നു. തൗഫീഖും ഷെഫീഖും കൂടി അകത്തേക്ക് വന്നു ഡോക്ടറുടെ അടുത്തേക്ക്. എല്ലാ ചെക്കപ്പും നടത്തി കഴിഞ്ഞു. അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. പ്രഷർ ഇന്നലത്തേതിലും അല്പം കുറവുണ്ട്, ഡോക്ടർ പറഞ്ഞു. പിന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കിക്കേ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് സന്തോഷം കണ്ടോ? എന്തൊരു ഹാപ്പിയാണ് അദ്ദേഹം. അപ്പോൾ രണ്ടുപേരും അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ശരിയാണ്, രണ്ടുപേരും മനസ്സിൽ കരുതി. അടുത്ത സമയത്തൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെ. ഇപ്പോൾ ഞാനെന്ത് വേണം? ഡിസ്ചാർജ് ചെയ്ത് തരണോ? 2 ദിവസം ഇവിടെ പിടിച്ച് കിടത്തണോ? ഡോക്ടർ ചോദിച്ചു. സംസാരിക്കുന്നില്ലല്ലോ ഡോക്ടർ. അത് പെട്ടെന്ന് എന്തോ കേട്ടതാ. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതോ താങ്ങാൻ പറ്റാത്ത എന്തെങ്കിലും സന്തോഷമോ അങ്ങനെ എന്തോ ഉണ്ടായി. അതെന്തുവാണെന്ന് നിങ്ങൾ തിരക്കി കണ്ടെത്തുക. എന്തായാലും 2 ദിവസം ഇവിടെ കിടക്കട്ടെ. എന്തു പറയുന്നു? ഡോക്ടർ അവരുടെ മുഖത്തേക്ക് നോക്കി. ശരി ഡോക്ടറെ, എന്തായാലും 2 ദിവസം നോക്കാം. അതും പറഞ്ഞ് ഷെഫീഖും തൗഫീഖും കൂടി പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് എന്തായാലും വീട് വരെ ഒന്ന് പോകാം. അളിയനോട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. തൗഫീഖിൻ്റെ ഭാര്യയുടെ സഹോദരനെയാണ് വിളിച്ചത്. അദ്ദേഹം ഉടനെ എത്തിക്കൊള്ളാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. രണ്ടുപേരും കൂടി പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു. ഈ സമയം വീട്ടിൽ ഒരു ചർച്ച നടക്കുകയാണ്. എല്ലാവരും അവിടെ തന്നെയുണ്ട്. രാവിലെ അസീസ് സർ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോഴാണ് മുറ്റത്ത് കാർ വന്നു നിന്നത്. ഷെഫീഖും തൗഫീഖും കൂടി കാറിൽ നിന്നും ഇറങ്ങി. അവർ നേരെ വന്ന് ഹാളിലെ സോഫയിലേക്ക് ഇരുന്നു. രണ്ടുപേരുടെ മുഖത്ത് ഉറക്കക്ഷീണമുണ്ടായിരുന്നു. മക്കളെ, എങ്ങനെയുണ്ട് ഇപ്പോൾ? എല്ലാവരും മാറി മാറി ചോദിച്ചു. ആൾ സംസാരിക്കുന്നില്ല എന്നേ ഉള്ളൂ. പ്രഷർ ഇപ്പോൾ ഇത്തിരി കുറവുണ്ട്. വേറെ ഒരു കുഴപ്പവുമില്ല. അതിലെല്ലാം ഉപരി ആൾ ഹാപ്പിയാണ്. പിന്നെ ഡോക്ടർ പറയുന്നത് അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്ത എന്തോ സന്തോഷമുണ്ട്. അത് കണ്ടുപിടിക്കാനാണ്, ഷെഫീഖ് പറഞ്ഞു. മാമ അന്ന് ഉമ്മച്ചായുടെ റൂമിൽ നിന്നല്ലേ വന്നത്? എന്തായാലും ഉമ്മച്ചായോട് ഒരിക്കൽ കൂടി കാര്യം എന്താണെന്ന് ചോദിക്കാം. അതും പറഞ്ഞ് ഷെഫീഖ് ഉമ്മച്ചായുടെ റൂമിലേക്ക് പോകാൻ എഴുന്നേറ്റു. കൂടെ തൗഫീഖും എഴുന്നേറ്റു. ഷെഫീഖ് ഉമ്മച്ചായുടെ റൂമിൽ വാതിൽ മുട്ടി. 2 മിനിറ്റിനകം വാതിൽ തുറന്നത് ഉമ്മച്ചായാണ്. ആ റൂമിൽ കയറിയപ്പോൾ മുമ്പെങ്ങും ഇല്ലാത്ത ഒരു മനോഹാരിത തോന്നി. അപ്പോഴാണ് ഷെഫീഖ് ഓർത്തത്, ഉമ്മച്ചായെ നോക്കാൻ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടല്ലോ എന്ന്. റൂമിൽ ഉമ്മിച്ചായെ മാത്രമേ കണ്ടുള്ളൂ. ഷെഫീഖും തൗഫീഖും കൂടി ഉമ്മിച്ചായുടെ ഇടവും വലവും ഇരുന്നു. ഷെഫീഖ് ചോദിച്ചു, ഇന്നലെ മാമ ഇവിടെ വന്നത് ഉമ്മിച്ച കണ്ടില്ലായിരുന്നോ? കണ്ടു മോനെ, ഉമ്മിച്ച പറഞ്ഞു. മാമ പോകാൻ നേരത്ത് എന്തു പറഞ്ഞുകൊണ്ടാണ് പോയത്? അത് മോനെ എന്നോട് സന്തോഷത്തോടെ സംസാരിച്ചു. എന്നെ നോക്കുന്ന മോളെ കാണണം എന്ന് പറഞ്ഞു. ആ കുട്ടി നിസ്കാര റൂമിൽ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മോൻ അതിനെ പോയി കണ്ട് സംസാരിച്ചു. പിന്നെ എന്നോട് ഒന്നും പറഞ്ഞില്ല. അവൻ പോവുകയും ചെയ്തു. ഇന്നലെ മുതൽ ചോദിക്കുന്നുണ്ടല്ലോ മോനെ എല്ലാവരും. എന്താ കാര്യം? അവൻ എന്തിയെ? ഉമ്മിച്ച ചോദിച്ചു. ആ കുട്ടി എവിടെ ഉമ്മിച്ച? ഷെഫീഖ് ചോദിച്ചു. ആ നിസ്കാര റൂമിലുണ്ട് മോനെ. എൻ്റെ അടുത്ത് ആര് വന്നാലും അത് ആ റൂമിനകത്തെങ്ങാനും കയറിയിരിക്കും, പുറത്തിറങ്ങില്ല. ഷെഫീഖ് ആ റൂമിൻ്റെ വാതിൽക്കലേക്ക് നടന്നു. ഉടനെ തന്നെ അവൻ്റെ മുന്നിൽ ആ വാതിൽ വന്നടഞ്ഞു. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യണേ. തുടർന്നുള്ള ഭാഗങ്ങളുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിട.